പ്രധാനപ്പെട്ട വിവരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 7 മരണം സ്ഥിരീകരിക്കുന്നു എന്നതാണോ ചിത്രം? തീർച്ചയായും 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 കുട്ടികൾ, 2 സ്ത്രീകൾ, 3 പുരുഷന്മാർ. ഇതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച വിവരം. അതായത് രാവിലെ 16-ാം തീയതി രാവിലെ 8:30 ഈ അപകടം നടന്നത്. ഇവിടെ ഒരു വണ്ടിത്താവളമാണ് ഈ പ്രദേശം. പ്രധാനമായും ലോറികളൊക്കെ നിർത്തിയിടുകയും രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നതൊക്കെ ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം 3 മണിക്ക് അർജുൻ തന്റെ സുഹൃത്തുക്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. താൻ ഉറങ്ങാൻ പോകുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ അപകടം ഉണ്ടായത്. ഈ പുതിയ വാഹനമാണെന്ന് ബെൻസ് അധികൃതരും പറയുന്നുണ്ട്. വലിയ ലോഡാണ്, മരത്തിന്റെ ലോഡാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കലക്ടർ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDRFന്റെ ഒരു ടീം, ബംഗളൂരുവിൽ നിന്നുള്ള ടീം ഇപ്പോൾ ഈ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു സംഘം കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തും. അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന വിവരം കൂടിയുണ്ട്. കൂടാതെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും തിരച്ചിൽ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നാണ് കലക്ടർ വ്യക്തമാക്കിയിരുന്നത്. കാസർഗോഡ് കലക്ടറുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിൽ അവിടുത്തെ കലക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ റെഡ് അലർട്ടാണ് ആ പ്രദേശത്ത്. വലിയ മഴ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് നല്ല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ ഇത്തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഈ പുഴയിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടോ എന്നതറിയാൻ നേവിയുടെ സംഘവും അല്പസമയത്തിനകം അവിടെ എത്തും എന്നാണ് അറിയിച്ചത്. വലിയ തോതിലുള്ള ഏകോപനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അർജുനെ കൂടാതെ മറ്റ് ഏതെങ്കിലും ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. കൂടുതൽ വാഹനങ്ങളുണ്ടോ എന്ന കാര്യം അറിയാനുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ബൈജു ഒന്ന് തുടരുക. ആഷിഖ്, ന്യൂസ് 18 പ്രതിനിധി ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്താണ് ഈ അപകടത്തിന്റെ സാഹചര്യം? 3 ദിവസം മുമ്പ് കർണാടക ചാനലിലടക്കം ഈ വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷെ ഒരു മലയാളി ഇപ്പോൾ അതിൽ കുടുങ്ങിയിരിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ഇതിപ്പം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. നിലവിൽ അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അതെങ്ങനെ നടക്കുന്നു? അതെ സജിത്ത്, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ലാൻഡ് സ്ലൈഡിങ്ങിനെ അങ്കോല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ശിരൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നടന്ന ഒരു ലാൻഡ് സ്ലൈഡിങ്ങിൽ അകത്ത് ഒരു മലയാളി കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു റിപ്പോർട്ട്. ഇപ്പൊ സ്ഥലത്ത് MLA ഉൾപ്പെടെ എല്ലാ നേതാക്കളും വന്ന് രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായ ഒരു പുഷിംഗ് നടത്തുകയാണ്. ഇപ്പം NDRF കോസ്റ്റൽ റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയിട്ടുള്ള NDRF ടീമും കൂടി അവിടെ എത്തിയിട്ടുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ കൂടുതൽ കേന്ദ്ര സേനകളുടെ ഈ ഡിഫൻസ് ഫോഴ്സിന്റെ ഒക്കെ ഒരു സഹായം കൂടി അവിടെ വരുന്നു അല്ലേ? എന്തായാലും രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ നടക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. NDRF ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇടപെടൽ അവിടെ ഉണ്ടാവുന്നു എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഇനി വേഗത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കാലാവസ്ഥ ദുഷ്കരം എന്നത് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നുണ്ട്. ഒപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. എന്തായാലും റെസ്ക്യൂ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ആ കുടുംബത്തിന് ആശ്വാസം പകരുന്ന ഒരു വാർത്തയുണ്ടാവട്ടെ, നമുക്കും കാത്തിരിക്കാം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയാണ്. സംസ്ഥാന സർക്കാരും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ജില്ലാ കളക്ടർക്ക് ഏകോപന നടപടികൾക്ക് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷമടക്കം ഈ വിഷയത്തിൽ രാഷ്ട്രീയ സ്വാധീനവും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് കർണാടക സർക്കാരിലും ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഇടപെടലുകളും അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചിത്രം. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ദൃശ്യങ്ങൾ കാണുന്നതാണ് ഏറ്റവും ഒടുവിലായി അവിടുന്ന് വരുന്ന ചിത്രം. അതായത് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവിടെ ഈ വാഹനം കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനം ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുപോലെ അവിടെ ഈ ലോഡുള്ള ഒരു വാഹനമാണ്, ലോറിയാണ്. അതുകൊണ്ട് തന്നെ അത് ലോഡ് കയറ്റി വാഹനമായതിനാൽ തന്നെ അത് പുഴയിലേക്ക് വീണ് ഒഴുകി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. എന്തായാലും അത്തരം സാധ്യതകളും പരീക്ഷിക്കുന്നു, സാധ്യതകൾ ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റാണോ? നാഷണൽ ഹൈവേ ആണ്, കുറച്ച് ഉൾഭാഗമാണ്.
നിങ്ങൾ ഇന്ന് രാവിലെയാണ് അവിടെ എത്തിയത്? ഇവിടെ മെനാന്ന് രാവിലെ മുതൽ അവിടെ സ്റ്റേഷനിലും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും ജിതേട്ടാ FIR ഇട്ടിട്ടുണ്ടായിരുന്നോ? FIR അവര് സ്വീകരിച്ചിട്ടില്ല. FIR അവിടെ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്താണ് അവര് പറയുന്നത്? അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഒരു ഒഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളും ഉണ്ട്. ഏത് സ്റ്റേഷനാണിത്? പോലീസ് സ്റ്റേഷൻ ഏതാ? അങ്കോള പോലീസ് സ്റ്റേഷൻ. അങ്കോള. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നത് കുംത്ത ഭാഗത്താണ്. കാരണം എന്താ വെച്ചാൽ കുംത്ത ഭാഗത്തൂടെ നമുക്ക് ഇങ്ങോട്ട് വിടുന്നുള്ളൂ. അങ്കോള ഭാഗത്തേക്ക് വിടുന്നില്ല. ആ ഭാഗത്ത് ഇങ്ങോട്ട് വിടുന്നില്ല. ഞങ്ങൾ ഈ രംഗങ്ങൾ അവിടെ അപ്പുറവശാണെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഈ പോലീസ് എന്താ പറയുന്നത്? നിങ്ങൾ പരാതി പറയുമ്പോ എന്തുകൊണ്ട് FIR ഇടാത്തെന്നാ പറയുന്നത്? പോലീസ് ഇപ്പൊ പറയാൻ തരാം, അവര് നിസ്സഹായരാണ്. മോളിലുള്ള പ്രഷർ നടക്കാതെ അവിടെ ഒന്നും സംഭവിക്കൂല എന്നുള്ളതാണ്. കർണാടകയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണേ നിർത്തോളി, നമുക്ക് ഇതിലൊന്നും ചെയ്യാനാണ് പറയുന്നത്. അത്രേ പറയുന്നത്. നമ്മുടെ MP-യുടെ ഒക്കെ ഇടപെടലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടലോ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ഇപ്പൊ ന്യൂസുകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ അതിന്റെ ഒരു ഇമ്പാക്ട് ഒന്നും ഇവിടെ അവിടെ എത്തിയിട്ടില്ല. നമുക്ക് വീട്ടിലുള്ള അതെ ശരി. യെസ്, നമുക്ക് ദൃശ്യങ്ങൾ നമ്മൾ കേട്ടത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, അർജുന്റെ ഭാര്യ തന്നെ സൂചിപ്പിച്ചു. ചില ബന്ധുക്കൾ അപകടത്തിന് പിന്നാലെ ആ സ്ഥലത്തിന് സമീപത്തെത്താൻ ശ്രമിച്ചു. അവരിപ്പോഴും അവിടെ തുടരുകയാണ്. അങ്കോള പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടത്തെ സാഹചര്യമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി അവർ സംസാരിച്ചത്. അതാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. അതായത് ഈ അവിടെ ഇപ്പോഴും ഇടപാടുകൾ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം കൈവന്നിട്ടില്ല എന്നതാണ് കുടുംബാംഗങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നത്. കാരണം ആ വേഗം കൈവന്നിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര കാര്യക്ഷമമായ ആർജവമുള്ള ഒരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങൾ അവിടെ തുടരുകയാണ്. നമുക്ക് ആശ്വാസകരമായ വാർത്ത അവിടെ നിന്ന് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പലതരത്തിലാണ്. ഒന്ന്, ആ കുടുംബാംഗങ്ങളിൽ ചിലർ അവിടെ എത്തിയിട്ടുണ്ട്. അവരവിടുത്തെ പ്രദേശം എനിക്ക് മനസ്സിലാക്കാനാവുന്നത് ദേശീയപാതയിൽ ഒരുപക്ഷെ കിലോമീറ്ററുകളുടെ ഇരുവശത്തും കിലോമീറ്ററുകൾ അപ്പുറം വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആളുകൾക്ക് അവിടേക്ക് എത്തുന്നതിന്, ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഒരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാവും. ഒപ്പം ബൈജു, ഈ കാണുന്ന നമ്മൾക്ക് ലഭ്യമാക്കാനായ ഈ ദൃശ്യങ്ങൾ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തന നടപടികൾ നടക്കുകയും ചെയ്യുന്നുണ്ടാവാം. ഈ മലയാളികൾ കൂടുതൽ ആരെങ്കിലും ആ മേഖലയിലുണ്ടോ? അത്തരം വിവരങ്ങൾ വല്ലതും നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഇത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ്. ഈ പ്രദേശത്ത് ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും നിരോധിച്ച സാഹചര്യം. നിരവധി വാഹനങ്ങളാണ് രണ്ട് വശത്തുമായി ഇത്തരത്തിൽ നീണ്ട നിരയായി കാണപ്പെടുന്നത്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. പൂനെ മംഗളൂരുവിലേക്ക് വരുന്ന നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ ലോഡും മറ്റുമായി വരുന്ന, കേരളത്തിലേക്ക് ഉൾപ്പെടെ വരുന്ന വാഹനങ്ങൾ വരുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഈ ഭാഗത്ത് വലിയ തോതിലുണ്ട്. ഒപ്പം ഈ കുന്നിടിച്ചിൽ, വീണ്ടും മണ്ണിടിച്ചിലിന് ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ ജില്ലാ കളക്ടർ അവിടെ നിന്നും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച ഒരു പ്രദേശമാണ്. അത്തരത്തിൽ മഴ വീണ്ടും ശക്തമായിരിക്കുന്നു. എന്തായാലും ഒരു സംഘം NDRF ടീം ആണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ NDRFന്റെ സംഘം ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കളക്ടർ പറഞ്ഞത്. ഏതായാലും തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം അത്തരത്തിൽ കൂടുതൽ സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം വീണ്ടും മഴ പെയ്യുന്നതാണ് ഈ പ്രശ്നം വഷളാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ അർജുന്റെ വാഹനം ഏതായാലും പുഴയിലേക്കോ മറ്റോ ഒഴുകി പോയിട്ടില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നമുക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ മണ്ണ് വലിയ തോതിൽ കുന്നിടിഞ്ഞ് വീണ ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാവും. അത് അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നാണ് ജില്ലാ കലക്ടർ കാസർഗോഡ് നിന്നും അറിയിക്കുന്നത്. അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇനി ഏകോപനം, ശക്തമായ വലിയ തോതിലുള്ള തിരച്ചിൽ വേണ്ടിവരും. കൂടുതൽ സംഘങ്ങൾ വേണ്ടിവരും. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഈ സ്ഥലത്തുണ്ടെങ്കിലും വലിയ തോതിലുള്ള തിരച്ചിലിന് സംഘം തന്നെ വേണ്ടിവരും. അത് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് ജില്ലാ കളക്ടറും അവിടുന്ന് വ്യക്തമാക്കുന്നത്. ഏതായാലും ഏകോപനം നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനവും പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ
അത് എത്രത്തോളം വേഗത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതായത് വളരെ ദൂരം ആണ് ഈ സ്ഥലം. ഇവിടേക്ക് എത്തിപ്പെടാനും പറ്റാത്തൊരവസ്ഥയാണ്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഇത്. അതാണ് ബൈജു സൂചിപ്പിക്കുന്നത്. എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഇടപെടുന്നു. പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര ഇടപെടൽ നടത്താൻ. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ അത് കർണാടക സർക്കാരിലേക്ക് അത് സമ്മർദ്ദമായി എത്തുകയും ആ തെരച്ചിലിന് വേഗം കൈവരികയും ചെയ്യണം. ആ തരത്തിൽ ഇടപെടൽ അവിടെ ഉണ്ടായി അത് നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെയും പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ആ തരത്തിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം തേടേണ്ടത്. ആ ഉത്തരം കണ്ടെത്തേണ്ടത് കുടുംബത്തിന് ആശ്വാസകരമായ ഒരു വാർത്ത എത്തിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുകയാണ്. ജനപ്രതിനിധികളുടെ ഇടപെടൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. അർജുൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു പാതയാണ്. അവിടെ രാത്രിയിൽ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുന്നതിനിടയിൽ സമീപത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് മല ഇടിഞ്ഞു വന്ന് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വലിയ ദുരന്തം അവിടെ ഉണ്ടായത്. ഒരു വലിയ ഏരിയയിലെ നിന്നും മണ്ണിടിച്ചിലുണ്ടായി എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. കൂടുതൽ ഇടപെടലുകൾ അവിടെ ഉണ്ടാവുമെന്ന് കരുതാം. വിവിധ ജനപ്രതിനിധികളടക്കം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ അവിടെ നിന്നും പ്രതീക്ഷിക്കാനാവുന്നത്. കുടുംബം അപകടമുണ്ടായപ്പോൾ തന്നെ ഈ അർജുന്റെ ചില ബന്ധുക്കൾ ഈ അപകടത്തിന് സമീപത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപകടത്തിന് സമീപം എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അപകടത്തെ ഉണ്ടായ കൃത്യമായ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആർക്കും എന്നതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട്